ഹായ് ഫ്രണ്ട്സ്, എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് എക്സാമിനുള്ളൊരു മോക്ക് ടെസ്റ്റ് ആണ് നോക്കുന്നത്. വിവിധ മത്സര പരീക്ഷകൾ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷ എഴുതുന്ന അതേ സീരിയസ്നെസ്സോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. 25 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. സിമ്പിൾ തൊട്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് സിമ്പിളെന്ന് തോന്നും, പക്ഷേ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 1, പാർട്ട് 2 ക്ലാസ് അടുത്ത് തന്നെ വരുന്നതാണ്. ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ദ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഓപ്ഷൻസ് ഡൈപെപ്റ്റൈഡ് ബോൺസ്, ഈതർ ബോൺസ്, ഹൈഡ്രജൻ ബോൺസ്, പെപ്റ്റൈഡ് ബോൺസ്. The helical structure of a protein is stabilized by. Correct answer option C, hydrogen bonds. അടുത്ത ചോദ്യം, which of the following is not present in DNA? Options thymine, guanine, tyrosine, cytosine. DNAയിൽ കാണപ്പെടാത്തത് അല്ലെങ്കിൽ which is absent in DNA എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കാം, ഉത്തരം നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തൈറോസിൻ. തൈറോസിൻ ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA. തൈറോസിൻ ഒരു അമിനോ ആസിഡ് ആണ്. ബാക്കി മൂന്നും DNA-യിലുള്ള ബേസുകളാണ്. അപ്പോൾ നമുക്ക് DNA-യിലുള്ളതും RNA-യിലുള്ളതായിട്ടുള്ള ബേസുകൾ പഠിക്കണം. കാരണം മിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഏതൊക്കെ ബേസാണ് RNA-യിൽ കാണാത്തത്, അല്ലെങ്കിൽ ഏതാണ് RNA-യിൽ ആബ്സെൻറ്റ്, ഏതൊക്കെയാണ് RNA-യിൽ പ്രസൻറ്റ്, അല്ലെങ്കിൽ DNA-യിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, DNA-യുടെ ബേസുകൾ ഏതൊക്കെയാണെന്ന് പല തരത്തിൽ തിരിച്ചു മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം ഈ നാല് ബേസ്, DNA-യുടെ 4 ബേസുകളും RNA-യുടെ 4 ബേസുകളും യാതൊരുവിധ കൺഫ്യൂഷനും കൂടാതെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. 4 ബേസ് ഓഫ് DNA ഏതൊക്കെയാണെന്ന് നോക്കാം. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, ദീസ് ആർ ദ ബേസസ് ഓഫ് DNA. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതിൽ തൈമിൻ, ഗ്വാനിൻ, തൈറോസിൻ, സൈറ്റോസിൻ ആണ്. തൈറോസിൻ എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ബാക്കി മൂന്നും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും DNA-യുടെ ബേസ് ആണ്. ഇവിടെ തരാത്ത ബേസ് ഏതാണ്? അഡിനിനാണ്. ഇവിടെ തന്ന അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രിക്കി ആയിട്ട് വന്നത് തൈറോസിനാണ്. തൈറോസിൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താണ് തൈറോസിൻ എന്ന് വെച്ചാൽ തൈറോസിൻ ഒരു അരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. അപ്പോൾ നമ്മൾ DNA-യുടെ 4 ബേസ് പഠിച്ചു. ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അടുത്തത് RNA-യുടെ ബേസ് ആണ്. ശ്രദ്ധിക്കണം, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, യുറാസിൽ. അപ്പോൾ RNA-യുടെ ബേസ് അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, യുറാസിലാണ്. DNA-യിൽ നിന്ന് വ്യത്യാസമായിട്ട് തൈമിന് പകരം യുറാസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് DNA-യുടെയും RNA-യുടെയും ബേസുകൾ തമ്മിലുള്ള വ്യത്യാസം. അഡിനിനും ഗ്വാനിനും സൈറ്റോസിനും ഈ 3 ബേസും DNA-യിലും RNA-യിലും ഉണ്ട്. പക്ഷേ DNA-യിൽ തൈമിനാണുള്ളത്, RNA-യിൽ യുറാസിലും. DNA-യിൽ തൈമിന് പകരം RNA-യിൽ വരുന്നത് യുറാസിലാണ്. ഇത്ര നന്നായിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ്. സൂക്രോസിന് ഹൈഡ്രോളിസിസ് സംഭവിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. 2 മോണോസാക്രൈഡ് യൂണിറ്റ് ചേരുമ്പോഴാണ് ഒരു ഡൈസാക്രൈഡ് വരുന്നത്. സൂക്രോസ് 2 മോണോസാക്രൈഡ്. ആ 2 മോണോസാക്രൈഡ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സൂക്രോസിന് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മോണോസാക്രൈഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ആൽഫ ഡി ഗ്ലൂക്കോസ് പ്ലസ് ബീറ്റ ഡി ഫ്രക്ടോസ്, ബീറ്റ ഡി ഗ്ലൂക്കോസ് പ്ലസ് ആൽഫ ഡി ഫ്രക്ടോസ്, ആൽഫ ഡി ഫ്രക്ടോസ് പ്ലസ് ബീറ്റ ഡി ഫ്രക്ടോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ് പ്ലസ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. ആൽഫ ഡി, ബീറ്റ ഡി, പിന്നെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സൂക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്ന മോണോസാക്രൈഡ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. പക്ഷേ ഗ്ലൂക്കോസും ഫ്രക്ടോസും സിമ്പിളായിട്ട് തന്നെയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് എഴുതാൻ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എഴുതാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വെറും ഗ്ലൂക്കോസും ഫ്രക്ടോസും അല്ല, ആൽഫ ഡി ഗ്ലൂക്കോസിനും ബീറ്റ ഡി ഫ്രക്ടോസും ആണ്. കാരണം ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒരുപോലെ വരുന്ന വേറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് മാത്രം പഠിച്ച് പോയാൽ ശരിയാവില്ല. അത് ഈസി ലെവലാണെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ സൂക്രോസിൻ്റെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ആൽഫ ഡി ആണോ ബീറ്റ ഡി ആണോ സംശയം വരും. കാരണം ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും രണ്ടിലും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ട്. പക്ഷേ അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒന്ന് ആൽഫ ഡി ഗ്ലൂക്കോസും പിന്നത്തെ ഓപ്ഷനിൽ ബീറ്റ ഡി ഗ്ലൂക്കോസും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കൺഫ്യൂഷൻ വരും. നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും മാത്രം പഠിച്ചു പോയാലുള്ള പ്രശ്നം ഇതാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും. ആ പൊസിഷൻ അനുസരിച്ചാണ് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും. അപ്പോൾ സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും മാത്രം പഠിച്ചു വെക്കാതെ ആൽഫ ഗ്ലൂക്കോസ് ആണോ ബീറ്റ ഫ്രക്ടോസ് ആണോ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവ്സ് ആൽഫ ഡി ഗ്ലൂക്കോസ് പ്ലസ് ബീറ്റ ഡി ഫ്രക്ടോസ്. അടുത്ത ചോദ്യം,
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസിനെ കുറിച്ച് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റ് ഏതാണ്? റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഇറ്റ് ഈസ് ആൻ ആൽഡോ ഹെക്സോസ്, ഇറ്റ് ഈസ് ആൻ ആൽഡോ പെൻഡോസ്, ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ, ഇറ്റ് കണ്ടെയ്ൻസ് 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി തെറ്റാണ്. അത് പറഞ്ഞ ഓപ്ഷൻ ബി പറയുന്നത് ആൽഡോ പെൻഡോസ് എന്നാണ്. ആൽഡോ പെൻഡോസ് അല്ല. ആൽഡോ പെൻഡോസ് എന്ന് വെച്ചാൽ 5, പെൻഡോ എന്ന് പറയുമ്പോൾ 5 ആണ്. ഗ്ലൂക്കോസ് ആൽഡോ ഹെക്സോസ് ആണ്. C6H12O6 ആണ്. C6 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ആൽഡോ ഹെക്സോസ്, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ആൽഡോ പെൻഡോസ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. പിന്നെ ഗ്ലൂക്കോസ് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. ഗ്ലൂക്കോസ് കണ്ടെയ്ൻസ് 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഡൈസൾഫൈഡ് ഫോർമേഷൻ ഇൻ പ്രോട്ടീൻസ്? ഓപ്ഷൻസ് തയോഎസ്റ്റർ, തയോഈതർ, തയോൾ, തയോലാക്ടോൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തയോൾ. അടുത്ത ചോദ്യം, സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ റെഫേഴ്സ് ടു? പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ റെഗുലർ ഫോൾഡിംഗ് പാറ്റേൺസ് ഓഫ് കണ്ടിന്യൂസ് പോർഷൻസ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ, 3-dimensional structure, especially the bond between amino acid residues that are distant from each other in the polypeptide chain, linear sequence of amino acid residues in the polypeptide chain, denatured proteins. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ കുറിച്ച് പറയുന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ എ ആണ്. റെഗുലർ ഫോൾഡിംഗ് പാറ്റേൺസ് ഓഫ് കണ്ടിന്യൂസ് പോർഷൻസ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഇതാണ് സെക്കൻഡറി സ്ട്രക്ചർ. പ്രോട്ടീന് 4 സ്ട്രക്ചറാണുള്ളത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. അതിലും പ്രൈമറി സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നതാണ് ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഇൻ ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. പ്രൈമറി സ്ട്രക്ചറാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഇൻ ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിലെ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് പറയുന്നതെങ്കിൽ അത് പ്രൈമറി സ്ട്രക്ചറാണ്. ഇനി 3-dimensional സ്ട്രക്ചർ ആണ് പറയുന്നത്, 3D സ്ട്രക്ചർ ആണെങ്കിൽ ടെർഷ്യറി സ്ട്രക്ചറാണ്. സെക്കൻഡറി സ്ട്രക്ചറാണ് റെഗുലർ ഫോൾഡിംഗ് പാറ്റേൺസ് ഓഫ് കണ്ടിന്യൂസ് പോർഷൻസ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ. സമയം കിട്ടുവാണെങ്കിൽ പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്, സമയം കിട്ടുകയാണെങ്കിൽ മാത്രം. അടുത്ത ചോദ്യം, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ? ഓപ്ഷൻസ് അനോമേഴ്സ്, എപ്പിമേഴ്സ്, ഡയാസ്റ്റീരിയോമേഴ്സ്, എനാൻഷ്യമേഴ്സ്. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ? ആൻസർ ഓപ്ഷൻ എ അനോമേഴ്സ്. അടുത്ത ചോദ്യം, the process by which synthesis of protein take place based on the genetic information present in mRNA is called? Options messenger hypothesis, transcription, translation, replication. The process by which synthesis of protein take place based on the genetic information present in mRNA is called? പ്രോട്ടീൻ സിന്തസിസ് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഈ ക്വസ്റ്റിന് സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ പ്രോസസ്സിനെ എന്ത് പറയുന്നു? പ്രോട്ടീൻ സിന്തസിസ് പ്രോസസ്സിനെ. ഉത്തരം നോക്കാം. ഓപ്ഷൻ സി ട്രാൻസ്ലേഷൻ. Protein synthesis takes place on the genetic information present in mRNA is called translation. Protein synthesis എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ആണ്. അടുത്ത ചോദ്യം, the difference between amylose and amylopectin is? ഓപ്ഷൻസ് നോക്കാം. Amylose is made of glucose and galactose. Amylopectin have 1-4 alpha linkage and 1-6 beta linkage. Amylose have 1-4 alpha linkage and 1-6 beta linkage. Amylopectin have 1-4 linkage and 1-6 alpha linkage. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമൈലോപെക്റ്റിൻ ഹാവ് 1-4 ആൽഫ ലിങ്കേജ് ആൻഡ് 1-6 ആൽഫ ലിങ്കേജ്. ഇവിടെ ശ്രദ്ധിക്കണം, അമൈലോപെക്റ്റിൻ്റെ ഉത്തരത്തിൽ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ഏകദേശം ഒരുപോലെയാണ്. അമൈലോപെക്റ്റിൻ ഹാവ് 1-4 ആൽഫ ലിങ്കേജ് ആൻഡ് 1-6 ബീറ്റ ലിങ്കേജ് എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. അത് തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ളത് അമൈലോപെക്റ്റിൻ ഹാവ് 1-4 ആൽഫ ലിങ്കേജ് ആൻഡ് 1-6 ആൽഫ ലിങ്കേജ്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞാൽ ടഫായിട്ടുള്ള ക്വസ്റ്റൻസ്. കാണുമ്പോൾ ഓപ്ഷൻസിൽ ഈ 2 ഓപ്ഷൻ കണ്ട ഏകദേശം പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷേ അവിടെ ചെറിയ ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഒന്നിൽ വന്നിരിക്കുന്നത് ബീറ്റ ലിങ്കേജ്, ഒന്നിൽ ആൽഫ ലിങ്കേജ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസറും ശ്രദ്ധിച്ച് പഠിക്കണം, ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരാതിരിക്കാനാണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നതും പരീക്ഷ ഹാളിപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കാനുമാണ് മോക്ക് ടെസ്റ്റ് എഴുതാമെന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ പരീക്ഷ എഴുതുന്ന അതേ സീരിയസ്നെസ്സോടെ തന്നെ എഴുതാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വെറുതെ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലായി സൂക്ഷിപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സൂക്ഷിച്ച് നമുക്ക് 2 ഓപ്ഷനും ഏകദേശം ഒരുപോലെയാണ്. ഒരു ചെറിയ ഡിഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഉത്തരം അറിയാമെങ്കിലും ചില ബി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, മാർക്ക് പോകും. കാരണം ബി തെറ്റാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ശ്രദ്ധിക്കും, നോക്കുമ്പോൾ അമൈലോപെക്റ്റിൻ ഹാവ് 1-4 ആൽഫ ലിങ്കേജ് 1-6 ബീറ്റ ലിങ്കേജ് എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് അറിയാതെ ചാടിക്കര മാർക്ക് ചെയ്ത് ബി മാർക്ക് ചെയ്താൽ അവിടെ മാർക്ക് പോകും, നെഗറ്റീവ് മാർക്ക് വരും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വായിക്കുക, ശ്രദ്ധയോടെ തന്നെ ഓപ്ഷൻ വായിക്കുക, എന്നിട്ട് മാത്രം ഉത്തരം ചെയ്യുക.
അങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ധാരാളം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയത്തെ ക്ലാസ്സിലൊക്കെ ധാരാളം മോക്ക് ടെസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സൊക്കെ ഇരുന്ന് കാണുക, പഠിക്കുക, മോക്ക് ടെസ്റ്റിനൊക്കെ അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകളൊക്കെ അതേ പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടം ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം മോക്ക് ടെസ്റ്റിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ക്ലാസ്സിനെ കുറിച്ചുള്ള. ഇനിയുള്ള ക്ലാസ്സിലൊക്കെ 25 ക്വസ്റ്റ്യൻസ് വീതമായിരിക്കും വരാൻ പോകുന്നത്. ഇന്നിപ്പോൾ ബയോമോളിക്യൂൾസിനെ കുറിച്ചായിരിക്കും. ഇനി വരാൻ പോകുന്ന മൈക്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, അതിൻ്റെ ബേസ് ചെയ്തൊക്കെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയുക. നമുക്ക് ഇവിടുത്തെ ഉത്തരം നോക്കാം. ഇവിടുത്തെ ഉത്തരം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമൈലോപെക്റ്റിൻ ഹാവ് 1,4 ആൽഫ ലിങ്കേജ് ആൻഡ് 1,6 ആൽഫ ലിങ്കേജ്. ഇനി എന്താണ് അമൈലോസും അമൈലോപെക്റ്റിൻ? ഇത് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ഇനിയുള്ള ക്ലാസ്സിൽ ഇങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് ഇടാൻ സമയം ഉണ്ടാകുന്ന പറഞ്ഞാൽ കാരണം മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് തരാൻ ശ്രമിക്കുള്ളൂ. സാധാരണ എല്ലാവരും മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറഞ്ഞു പോയാണ്. പിന്നെ എനിക്ക് ഇതിനെ കുറച്ചും കൂടെ പോയിന്റ്സ് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യുന്നത്. എന്താണ് അമൈലോസ് അമൈലോപെക്റ്റിൻ നോക്കാം. അമൈലോസും അമൈലോപെക്റ്റിനും ഡിഫറൻസ് ആയിരുന്നു ക്വസ്റ്റ്യൻ വെച്ചത്. അമൈലോസും അമൈലോപെക്റ്റിനും പോളിസാക്കറൈഡ്സ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. എന്നാൽ ആദ്യം നമുക്ക് അമൈലോസ് നോക്കാം. Amylose, a polysaccharide containing straight chain polymer of D-glucose units. Amylose straight chain polymer ആണ്. പക്ഷേ അമൈലോപെക്റ്റിൻ എന്താണ്? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആണ്. ഇനി അമൈലോസ്, ഇറ്റ് ഇസ് എ ലീനിയർ ചെയിൻ ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് കണക്റ്റഡ് ബൈ alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോൺസ്. ഇത്രയാണ് അമൈലോസ്. അമൈലോസ് ഒരു പോളിസാക്കറൈഡ് ആണെന്ന് മനസ്സിലായി, ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണെന്ന് മനസ്സിലായി, സ്ട്രെയിറ്റ് ചെയിൻ പോളിമർ ആണെന്ന് മനസ്സിലായി. എന്താണ് ലീനിയർ ചെയിൻ? ലീനിയർ ചെയിൻ എന്ന് പറഞ്ഞാലും സ്ട്രെയിറ്റ് ചെയിൻ എന്ന് പറഞ്ഞാലും സിമിലർ മീനിങ് ആണ്. സ്ട്രെയിറ്റ് ചെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തുള്ളത് alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോൺസ്. അമൈലോസിന് alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോൺസ് ആണ്. ഇനി അമൈലോപെക്റ്റിൻ, ഇറ്റ്സ് എ പോളിസാക്കറൈഡ് കണ്ടെയ്നിങ് എ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ഓഫ് ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഇതൊരു ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആണ് അമൈലോപെക്റ്റിൻ. The straight chain units are linked together by alpha-1,4 glycosidic linkage and alpha-1,6 glycosidic linkages, whereas the branched structure is linked by alpha-1,6 glycosidic linkages. Which of the following statement is not correct? Cellulose is a linear polymer of beta-glucose. Glycogen is the food reserve of plants. Amylopectin is a branched polymer of alpha-glucose. None of the above. Wrong statement ഏതാണ് ചോദ്യം? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ ബി പറയുന്നത് ഗ്ലൈക്കോജൻ ഇസ് ദ ഫുഡ് റിസർവ് ഓഫ് പ്ലാന്റ്സ് എന്നാണ്. അത് തെറ്റാണ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സെല്ലുലോസ് ബീറ്റാ ഗ്ലൂക്കോസിൻ്റെ ലീനിയർ പോളിമറാണ്. അമൈലോപെക്റ്റിൻ ഇപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടു. ഇറ്റ്സ് എ ബ്രാഞ്ച്ഡ് പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഗ്ലൈക്കോജൻ ഇസ് ദ ഫുഡ് റിസർവ് ഓഫ് പ്ലാന്റ്സ്. ഗ്ലൈക്കോജനും കുറച്ചൊരു പോയിന്റ് നോക്കാം. ഗ്ലൈക്കോജൻ ഇസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ അനിമൽസ്. ഗ്ലൈക്കോജൻ അനിമൽസിൻ്റെ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ആണ്, പ്ലാന്റ്സിൻ്റെ അല്ല. അപ്പോൾ അതാണ് അവിടെ ഒന്ന് തെറ്റ്. ഗ്ലൈക്കോജൻ ഇസ് ദ ഫുഡ് റിസർവ് ഓഫ് പ്ലാന്റ്സ് തെറ്റാണ്. ഗ്ലൈക്കോജൻ ഇസ് ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ അനിമൽസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് RNA ആൻഡ് DNA. RNAയും DNAയും കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ദ ഷുഗർ കമ്പോണൻറ്റ് in RNA is arabinose and the sugar component in DNA is ribose. The sugar component in RNA is 2-deoxyribose and the sugar component in DNA is arabinose. The sugar component in RNA is arabinose and the sugar component in DNA is 2-deoxyribose. The sugar component in RNA is ribose and the sugar component in DNA is 2-deoxyribose. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ഷുഗർ കമ്പോണന്റ് ഇൻ RNA is ribose. RNAയുടെ ഷുഗർ കമ്പോണന്റ് റൈബോസ് ഷുഗറും DNAയുടെ ഷുഗർ കമ്പോണന്റ് 2-deoxyribose ആണ്. RNAയുടെ ഷുഗർ കമ്പോണന്റ് എന്താണ്? റൈബോസ്. And the sugar component in DNA is 2-deoxyribose. അടുത്ത ചോദ്യം. A sequence of how many nucleotides in messenger RNA makes a codon for an amino acid? Options 2, 1, 3, 0. Answer option C, 3. അടുത്ത ചോദ്യം. In a protein molecule, various amino acids are linked by options peptide bond, dative bond, alpha glycosidic bond, beta glycosidic bond. Answer option A, peptide bond. In a protein molecule, various amino acids are linked by peptide bond. അടുത്ത ചോദ്യം. Alpha D-glucose and beta D-glucose differ from each other due to difference in one of the carbons with respect to its options number of OH groups, size of hemiacetal ring, conformation, configuration. Correct answer option D, configuration. അടുത്ത ചോദ്യം. Which of the following gives positive filling solution test? Options sucrose, glucose, fats, protein. Correct answer option B, glucose. Filling solution test പോസിറ്റീവ് ടെസ്റ്റ് എന്നത് ഗ്ലൂക്കോസ് ആണ്. അടുത്ത ചോദ്യം. Which of the following is a non-reducing sugar? Options lactose, fructose, sucrose, maltose. Answer option C, sucrose.
സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ ഫെലിങ്സ് ടെസ്റ്റിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ വയ്ക്കും, ഫെലിങ്സ് ടെസ്റ്റിൽ നെഗറ്റീവായിട്ട് തരുന്ന അല്ലെങ്കിൽ ഫെലിങ്സ് ടെസ്റ്റിൽ റെഡ് റെസ്പിറേറ്റ് ഫോം ചെയ്യാത്തത് ഏത് കോമ്പൗണ്ട് ആണെന്ന് തന്നിട്ട് സൂക്രോസ് അങ്ങനത്തെ ഓപ്ഷനിലുണ്ടെങ്കിൽ സൂക്രോസ് ആണ് ആൻസർ. സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ സൂക്രോസിന് ഫെലിങ്സ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും, റെഡ് റെസ്പിറേറ്റ് ഫോം ചെയ്യില്ല, കാരണം സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അടുത്ത ചോദ്യം, ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എൻസൈംസ് ആർ. ഓപ്ഷൻസ്: enzymes are biocatalysts, enzymes are very specific for a particular reaction and substrate, enzymes are polysaccharides, like chemical catalyst, enzyme reduce the activation energy of bioprocess. ഇതിനകത്ത് എൻസൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, എൻസൈംസ് ആർ പോളിസാക്രൈഡ്സ്. തെറ്റാണ്, എൻസൈംസ് പോളിസാക്രൈഡ്സ് വരുന്നത്. എൻസൈം കാർബോഹൈഡ്രേറ്റ് അല്ല, എൻസൈം അമിനോ ആസിഡ് ഫോം ചെയ്ത് പ്രോട്ടീൻ്റെ ഇതിലാണ് എൻസൈംസ് വരുന്നത്. എല്ലാ ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻസൈംസോടെ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അവിടെ, അതുകൊണ്ടാണ് അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത്. എൻസൈംസിനെ പറയുന്നത് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്, ബട്ട് ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ്. എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്, പക്ഷേ എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് അല്ല. അങ്ങനെ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ്, എൻസൈംസ് എല്ലാം പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇവിടെ പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പിൽ പോകുന്നതാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ജനറ്റിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫ്ലോസ് ഫ്രം. ഓപ്ഷൻസ്: DNA to RNA, RNA to proteins, amino acids to proteins, proteins to DNA, DNA to carbohydrates, carbohydrates to proteins, DNA to RNA, RNA to carbohydrates. ഇതിനകത്ത് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ജനറ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, DNA to RNA. അടുത്ത ചോദ്യം, an organic compound with formula C6H12O6 forms a yellow crystalline solid with phenyl hydrazine and gives a mixture of sorbitol and mannitol when reduced with the sodium. Which among the following could be the compound? Options: sucrose, glucose, fructose, mannose. Answer option C, fructose. അടുത്ത ചോദ്യം, nucleotides and DNA are linked by. Options: hydrogen bond, 3-5- phosphodiester bond, glycosidic bond, peptide bond. Answer option B, 3-5- phosphodiester bond. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വായിക്കാം. അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ, റൈബോഫ്ലേവിൻ, തൈമിൻ. ലിസ്റ്റ് 2 ബെറിബറി, ക്രാക്ഡ് ലിപ്സ്, സ്കർവി, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ലിസ്റ്റ് 2 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് കൊടുത്തിരുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, വിറ്റമിൻസ് ആണ്. ഇവിടെ വിറ്റമിൻസിൻ്റെ വിറ്റമിൻ B1 അല്ലെങ്കിൽ വിറ്റമിൻ A, B, C, D അങ്ങനെയല്ല തന്നിരിക്കുന്നത്, അവിടെ സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ട് ഏത് വിറ്റമിൻ ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് മാച്ച് ചെയ്ത് എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഉത്തരം വായിക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് 1C, 2D, 3B, 4A. ഇവിടെ വിറ്റമിൻസിൻ്റെ വൈറ്റമിൻ B1, B2 അതായത് അതിൻ്റെ നെയിം അറിയാമെങ്കിൽ, അതിൻ്റെ കറക്റ്റുള്ള പേര് അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. നമുക്കിവിടെ ഉത്തരം നോക്കാം. വിറ്റമിൻ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1C എന്ന് പറയുമ്പോൾ അസ്കോർബിക് ആസിഡ്, സ്കർവി. 2D റെറ്റിനോൾ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. 3B റൈബോഫ്ലേവിൻ, ക്രാക്ക് ലിപ്സ്. 4A തൈമിൻ, ബെറിബറി. നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള ടേബിൾ നോക്കാം. ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് വിറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിഷ്യൻസീസും കൊടുത്തിട്ട് പോരാത്തതിന് ഇതിൻ്റെ നിങ്ങൾക്ക് എളുപ്പമുള്ള പേര്, അതായത് വിറ്റമിൻ C, വിറ്റമിൻ A ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ സയൻറ്റിഫിക് നെയിം അത് ഏത് വിറ്റമിൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അസ്കോർബിക് ആസിഡ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ C ആണ് ഡെഫിഷ്യൻസി ഡിസീസ്, സ്കർവി. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ വിറ്റമിൻ A, നൈറ്റ് ബ്ലൈൻഡ്നെസ്. റൈബോഫ്ലേവിൻ എന്ന് പറയുമ്പോൾ വിറ്റമിൻ B2, ക്രാക്ഡ് ലിപ്സ്. തൈമിൻ വിറ്റമിൻ B1 ആണ് ഡെഫിഷ്യൻസി ഡിസീസ്, ബെറിബറി. അപ്പോൾ വിറ്റമിൻസിൻ്റെ വിറ്റമിൻ A, B, C, D എന്ന് മാത്രം പഠിക്കാതെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം കൂടെ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് വിറ്റമിൻ ആണെന്ന്. ഇപ്പോൾ നമുക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ പഠിച്ചു വെച്ചിട്ടാകും, പക്ഷേ അത് വിറ്റമിൻ A, B, C, D എന്നുള്ള പേരിലായിരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വിറ്റമിൻ സിയുടെ പേര് പഠിക്കുക. അതായത് വിറ്റമിൻ D കാൽസിഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. വിറ്റമിൻ E ടോക്കോഫെറോൾ. കഴിയുകയാണെങ്കിൽ വിറ്റമിൻസിൻ്റെ ഇങ്ങനത്തെ പേരും ഡെഫിഷ്യൻസി ഡിസീസ് ഉള്ളൊരു ക്ലാസ് എടുക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ശ്രമിക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. സമയം കിട്ടുകയാണെങ്കിൽ വിറ്റമിൻസിൻ്റെ ഒരു ചെറിയ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അസ്കോർബിക് ആസിഡ് വിറ്റമിൻ C, സ്കർവി. റെറ്റിനോൾ വിറ്റമിൻ A, നൈറ്റ് ബ്ലൈൻഡ്നെസ്. റൈബോഫ്ലേവിൻ വിറ്റമിൻ B2, ക്രാക്ക് ലിപ്സ്. തൈമിൻ വിറ്റമിൻ B1, ബെറിബറി. അടുത്ത ചോദ്യം, RNA and DNA are chiral molecules. Their chirality is due to. Options: chiral base, chiral phosphate ester units, D sugar component, L sugar component. Correct answer option C, D sugar component. അടുത്ത ചോദ്യം,
The segment of DNA which act as the instrumental manual for the synthesis of protein is options nucleotide, nucleoside, gene, ribose. Correct answer option C, gene. അടുത്ത ചോദ്യം enzymes are made up of options edible proteins, carbohydrates, nitrogen containing carbohydrates, proteins with specific structures. Answer option D, proteins with the specific structures. How many chiral carbons are there in beta D glucose? Options 5, 6, 3, 4. ആൻസർ ഓപ്ഷൻ എ 5. എത്രയാണത്തത് ചോദ്യങ്ങൾ 25 ചോദ്യങ്ങളാണെന്നുണ്ടായിരുന്നത്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. മാർക്ക് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഏത് റീജിയനിലാണ് മാർക്ക് കുറഞ്ഞെന്ന് നോക്കുക. ആ പോർഷൻസൊക്കെ വീണ്ടും പഠിക്കുക. ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എൻട്രൻസിനും വിവിധ മെഡിക്കൽ എൻട്രൻസിനും നീറ്റ് കോമ്പറ്റേറ്റീവ് മറ്റ് കോമ്പറ്റേറ്റീവ് മെഡിക്കൽ പരീക്ഷകൾക്കും ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എൻട്രൻസ് പരീക്ഷ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നീറ്റ് പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ ലെവലൊക്കെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചോദ്യങ്ങളൊക്കെ ഇത്ര ഡിഫിക്കൽട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ പഴയകാല മെഡിക്കൽ എൻട്രൻസിൻ്റെയും ഇപ്പോൾ അടുത്തുള്ള നീറ്റ് എക്സാമിൻ്റെയും നെറ്റ് UGC നെറ്റ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മോക്ക് ടെസ്റ്റ് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ സീരിയസ്നെസ്സോടെ പരീക്ഷ എഴുതി നോക്കുക. എവിടെയൊക്കെയാണ് മാർക്ക് കുറഞ്ഞതെന്ന് നോക്കുക. മാർക്ക് കുറഞ്ഞവർ വീണ്ടും ഈ പോർഷൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും മോക്ക് ടെസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മോക്ക് ടെസ്റ്റുകളായിരിക്കും. 25 ചോദ്യങ്ങളുള്ള ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളായിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ക്ലാസ്സുകളായിട്ട് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.